ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിഡിലും പോലത്തെ റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഗൈസ് സോളോ വേഴ്സസ് സ്കോഡിലെ ഡിയോ വേഴ്സസ് സ്കോഡിനേക്കാൾ പകരമുണ്ടല്ലോ 3 vs 4 അത് വേറെ ലെവൽ തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും അണ്ണാനും മൊണ്ണയെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ഞാൻ പറയൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ ഫ്രീ ഫയറിലേക്കുണ്ടല്ലോ പുതിയതായിട്ടൊരു വന്ന മാപ്പാണ് സോളാർ. ഈ ഒരു മാപ്പിൻ്റെ ABCD ഒരു തേങ്ങ അറിയാതെയാണ് ഞങ്ങൾ മൂന്ന് ഈ ഒരു മാപ്പിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ കൂടെ AK ഉണ്ട്, അതേപോലെ ഗൈസ് നമ്മുടെ സരസു നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു എന്താണ് ട്രെയിനൊക്കെ പോകുന്നൊരു സ്ഥലമില്ല. എൻ്റെ പേര് സത്യമായിട്ട് എനിക്കറിയില്ല, അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ വന്നിറങ്ങിയ പോലെ തന്നെ കേസ് നമ്മുടെ ടീമേറ്റിനെ ഒരു കാട്ടുവരെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനെ ഉണ്ടല്ലോ ഞാൻ ആ AUG കൊണ്ട് വെച്ച് നൈസായിട്ട് കേസ് കിടിലം പോലെ അടിച്ച് അവനെ നോക്കാക്കി. പിന്നെ അവൻ്റെ കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് വെറുതെ എന്തിനാ ചൊറിയാൻ നിൽക്കുന്നത് വിചാരിച്ച് നൈസായിട്ടൊന്ന് ഹോൾഡ് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഞാനിപ്പോൾ നിന്നെ രക്ഷിക്കാടാ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കയറി ചെന്ന് കൊടുത്തതാണ് കേട്ടോ. എന്തായാലും അവനോട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നിനെ അവിടെ അടിച്ച് ഉറക്കിയിട്ടുണ്ടല്ലോ. 3 പേരായിട്ട് പോയി കഴിഞ്ഞാൽ മൂഞ്ചി എന്നുള്ളൊരു എന്താണ് പ്രകൃതി നിയമമില്ലേ, അതിവിടെ അൻവൃത്താവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ഒന്ന് ബാക്ക് വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാൻ വേണ്ടി തന്നെയാണ്. സോ അതുകൊണ്ട് ടീംമേറ്റിനെ പൊക്കുന്നതിലാണ് എൻ്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും അതിനുവേണ്ടി നൈസായിട്ട് കോയിന് കല്ലൊക്കെ കളക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 700 കോയിൻ, ഓ മൈ ഗോഡ്. പക്ഷേ 400 കോയിനാണ് ഒരാളെ പൊക്കാൻ വേണ്ടി വേണ്ടത്. കുറച്ചുകൂടി ഒരു കോയിൻ ഉണ്ടെങ്കിൽ നൈസായിട്ടുണ്ടല്ലോ രണ്ടുപേരെ കൂടെ ഒരുമിച്ച് അങ്ങ് പൊക്കാൻ വിചാരിച്ച് ഞാൻ കോയിൻ നോക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും കോയിനാണ് സാധാരണ കാണുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് കിട്ടിയല്ലേ. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പൊക്കിയേക്കാം. നമ്മുടെ ടീമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ കുറച്ച് സെറ്റാണ് കേട്ടോ. സീരിയസ്ലി കേസ് ഞാൻ നേരത്തെ സോളോ വേഴ്സസ് സ്കോഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 മാച്ച് കഴിയുമ്പോഴത്തേക്കും മടുത്തു, എന്ത് തേങ്ങയാണ് ഇത്, കളി ജയിക്കുന്നുമില്ല, പട്ടിയടി കൊള്ളുകയും ചെയ്യുന്നുണ്ട്, എന്തവസ്ഥയാണെന്നൊക്കെ വിചാരിച്ച് മൈൻഡ് മൊത്തത്തിൽ മടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് യുവമാരൊക്കെ ഉണ്ടെങ്കിൽ വിഷയമാണ് കേസ്, എത്ര മാച്ച് കളിച്ചു എന്ന് നമുക്ക് പോലും അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പ്രോ പ്ലേയേഴ്സിനെ പോലെ കുറേ കില്ലൊക്കെ എടുത്തിട്ട് അത് മാസാണ് വേറെ ലെവലാന്നൊക്കെ പറഞ്ഞ് ഒരു വട്ടം പോലും നോക്കാകാത്തൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും അല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറ്റി നോക്കിയാണ്. ബൈ ദ വേ ഗൈസ്, എന്നാലും ഓക്കെ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ റോ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കുന്നതും കൂടെ ഞാൻ ഈ ഒരു മാച്ചത്ത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ആ ഒരു കാര്യം കോയിനൊക്കെ കൊടുത്ത് നമ്മൾ ടീമേറ്റിനെ പൊക്കിയതിന് ശേഷം ഞാൻ വെച്ചിട്ട് ലൂട്ടാനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യമുണ്ടല്ലോ, നമുക്ക് നല്ല രീതിക്കുള്ള ഗൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മാച്ച് അത് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലോഡ് ഔട്ടില്ല കേസ്, അത് കുറച്ച് വിഷയ സാധനം തന്നെയാണ് കേട്ടോ. അതായത് പുതിയ ലോഡ് ഔട്ടിൻ്റെ സിസ്റ്റം വന്നതിന് ശേഷം ഞാൻ ആ ചുറ്റൊക്കെ വിട്ട് വേറെ കളി കളിച്ചിട്ടില്ല. ഏത് ഗണ്ണെടുത്ത് കഴിഞ്ഞാലും അതൊന്ന് അപ്ഗ്രേഡ് ആക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ ഇന്ന് കോയിന് കരലൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അപ്ഗ്രേഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കാര്യം അവന്മാരുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ മാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എപ്പോഴൊക്കെ വീഴുന്നു അപ്പോഴത്തേക്ക് തന്നെ ചാടി ഒരു മാസ് എൻട്രി അവന്മാരുണ്ടായിരിക്കും. അത് അവൻ കറക്കും, ഒന്നും പറയാനില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ചിലപ്പോൾ രോമൊക്കെ എണീറ്റ് ഡാൻസ് കളിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും വിഷയമാണ് കേട്ടോ. അതുമാത്രമല്ല കേസ് പോവുകയും വരികയും ചെയ്യുന്ന സമയത്തുള്ള എല്ലാ കോയിനും ഞാൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. എനിക്കറിയാം കോയിൻ്റെ വാല്യൂ എന്താണ്. ഞാൻ ഈ കോയിനൊക്കെ വാരി പറക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ ടീമേറ്റ്സ് വയ്ക്കും, എടാ പോയി നല്ല കില്ലെടുക്കാൻ നോക്കടാ, ഈ കോയിനൊക്കെ പിടിച്ചിട്ട് എന്ത് കാര്യമെടാ എന്നൊക്കെ ചോദിക്കത്തില്ലേ. കാര്യമുണ്ട് കേസ്, ഓക്കെ. അതായത് നമ്മളുള്ള കയ്യിലുള്ള ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല വെൻഡിങ് മെഷീനകത്ത് നല്ല കിടിലം പോലത്തെ സ്കോപ്പും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല ആരെങ്കിലൊക്കെ നോക്കായി ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ടുണ്ടല്ലോ അവന്മാരെ പൊക്കി വിടാനും പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മാച്ചകത്ത് വേറെ പ്രത്യേകതകളുണ്ട്. നമുക്കറിയാത്ത ഈ ഒരു മാപ്പ് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഈ ഒരു മാപ്പിനകത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ കണ്ടിരിക്കണം ബ്രോ, ഈ സ്ഥലത്തൊക്കെ ഇത് പോയി നോക്കും ബ്രോ, വേറെ ലെവലാണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മാത്രമേ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കിതൊക്കെ നോക്കാൻ തോന്നത്തുള്ളൂ. സോ എന്നാലേ എൻ്റെ ലാൻഡിംഗ് പൊസിഷനൊക്കെ ഒന്ന് മാറ്റി പുതിയ സ്ഥലത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി എനിക്ക് നോക്കത്തുള്ളൂ കേട്ടോ. സോ നിങ്ങൾ ആ ഒരു കാര്യം നൈസായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ടീമേറ്റ് നൈസായിട്ട് അവിടുന്ന് കില്ലെടുത്തു എന്നൊക്കെ കാറി പോകുന്നുണ്ടായിരുന്നു. അവർ വെറുതെ പറഞ്ഞാണോ നടത്തില്ല, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഈ സമയത്ത് നോക്കുമ്പോഴത്തേക്കും കേസ് മാച്ചിനകത്തുണ്ടല്ലോ 31 പേര് സ്റ്റിൽ അലൈവാണ്. ഈ സെയിം അലൈവിനെ ലാസ്റ്റ് സോണിലേക്ക് വരുന്നതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ കളി ആ വിഷയമായിരിക്കും അല്ലേ. പിന്നെ എനിക്ക് ഈ മാപ്പിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി കാണും. അതായത് നമ്മുടെ ആ ബലൂണിലെ കേസ്, ആ ഒരു പുതിയ ഡിസംബർ മാസത്തിൽ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു വിൻ്റർ സീസണിൽ വന്നിട്ടുള്ള ആ ഒരു ബലൂണൊക്കെ ഇല്ല കേസ്, അതിനകത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് ചാടി ഇറങ്ങുന്നുണ്ടല്ലേ. അത് തന്നെ. എന്തായാലും അതിനകത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനം വരെ എത്തിക്കഴിഞ്ഞാൽ അല്ലേ കേസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അതുമാത്രമല്ല കേസ് നമ്മൾ ഈ ഒരു തെന്നിപ്പോകുന്ന ഈ ഒരു സാധനമല്ലേ കേസ്, ആ റെയിൽവേ പാളം, ഇതിനകത്തോടെ പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലൂവാൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇടാൻ പറ്റും കേസ്. ഞാനിതൊക്കെ ഉണ്ടല്ലോ ഇമാരോടെ കളിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇത് പരീക്ഷ വെക്കുന്നത്. ഞാനിപ്പോൾ സോളോ വേഴ്സസ് മാത്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തു പോലും നോക്കത്തോണ്ടായിരിക്കത്തില്ല. സോ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ
എക്സ്പ്ലോർ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവന്മാർ നല്ല രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഓരോരോ കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഓക്കെ ഇത് പൊളിയാണല്ലോ, ഇത് ബി ഗെയിമറുടെ വീഡിയോസിനകത്ത് ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയാമെന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ വെറുതെ ആണെങ്കിൽ എനിക്കൊരു തേങ്ങ അറിയത്തില്ല. ഓക്കെ, പുതിയ അപ്ഡേറ്റിന് ശേഷം ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. സോ ആ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു ഗെയിമിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് അത്യാവശ്യം എനിമീസൊക്കെ എവിടെയാണ് നോക്കുമ്പോഴത്തേക്കും മുമ്പിലൊരു ഗ്ലൂ ആൾ കണ്ടു. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആരും ഇല്ലേടേ. എനിക്കാണെങ്കിൽ എൻ്റെ ഐറസിൻ്റെ പവർ ഓൺ ആക്കാനും പേടി. അത് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ പിന്നെ ഒന്ന് ഐറസിൻ്റെ പവർ ഓപ്പൺ ആയി പിന്നെ ഒന്ന് റീലോഡ് ആയി വരണമെങ്കിൽ നല്ല ടൈം എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ റോക്കറ്റ് പെറ്റില്ലേ കേസ്, ആ ഒരു റെക്കൂൺ പോലെ ഇരിക്കുന്നത് അതിനെടുത്ത് വെക്കലാണ് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കേസ് അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു കാക്ടസ് ഇല്ലേ, അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല, ആ പച്ചത്തലേൻ അത് തന്നെ അവനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കില്ല് ആ സെയിം സാധനം തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. ബൈ ദ വേ നമ്മുടെ നേരെ മുമ്പിലേക്ക് ഓപ്പോളിലൂടെ പൊട്ടന്മാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യവനന്മാരെങ്കിലും സ്കോഡായിട്ട് വണ്ടിയും കൊണ്ട് വന്ന് നമ്മളെ വട്ടവിട്ട് പിടിച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് HUD നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലൂ വാളിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്കേറ്റിംഗ് ബോർഡിൻ്റെ പടം മാറ്റിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ കിടിലം പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ടല്ലോ, ഇത് വേറെ ലെവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ വലിയ കാര്യത്തിൽ ഇതങ്ങ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ലോങ് റേഞ്ച് അടിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, നമ്മൾ ഈ കുനിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് തലക്കിട്ട് തന്നെ എയിം കിട്ടാൻ ചാൻസ് വളരെ 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 കൂടുതലാണെന്നാണ് ഞാൻ യൂസ് ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കിയ സമയത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇത് ഓടിക്കാൻ വല്ല ട്രിക്കോ ടിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേസൊക്കെ. എന്നെപ്പോലെ അറിയാത്ത കുറേ ആൾക്കാർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും എൻ്റെ കൂടെയുള്ള 2 പേർക്കെങ്കിലും എനിക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ. എനിക്ക് മാസമാവും, എനിക്ക് മെയിൻ ആവത്തില്ലേ, വേണ്ടിയാണ്. സോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ ഈ മാച്ചിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 26 പേര് സ്റ്റിൽ അലൈവാണ്. നമ്മൾ ടീമേറ്റ്സ് ഒക്കെ കൂടി ഒരു വീഡിയോ ഹോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത്യാവശ്യം അവിടെ നിന്നൊന്ന് കളിക്കാം എന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് വന്ന് നിൽക്കുമായിരുന്നു. കുനിഞ്ഞ് പമ്മി നോക്കുന്ന സമയത്ത് എവിടെ സരസു നമ്മൾ ഈ വീട്ടിൽ കയറി കിടക്കുന്നുണ്ടല്ലേ. അത് ശരി, ഏക്കൊക്കെയാണെങ്കിൽ ഞാൻ ചുമന്ന ഗണ്ണില്ല പ്ലെയർ ഗണ്ണ് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ ഏക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യും, അതെനിക്കറിയാം. നൈസായിട്ട് കേസ് അവൻ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടായിരിക്കാൻ വേണ്ടി ഉണ്ടല്ലോ ഞാൻ ഫ്രീ ആയിട്ട് ആ ഒരു ഗ്ലൂ ആയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല തന്തക്കിളിയും കേട്ടു. അത് വേറെ കാര്യം വീഡിയോ ചോദിക്കുന്ന സമയത്ത് മുമ്പ് ഗ്ലൂ ആയിട്ട് കഴിഞ്ഞാൽ അവസ്ഥകൾ ആലോചിച്ച് നോക്കിക്കേ. ആ സെയിം ടൈമിംഗ് കേസ് നമ്മുടെ ഉണ്ടല്ലോ സരസു ആണെങ്കിൽ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ ഉണ്ടല്ലോ നൈസായിട്ട് നോക്കാക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് ഇഷ്ടമല്ല. എൻ്റെ ടീമിനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ വിടുമോ, അവനെ കയറി അടിച്ചിട്ടുണ്ടല്ലോ, അവനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മേളിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ നൈസായിട്ട് നമ്മൾ 2 പേരല്ലേ നിൽക്കുന്നത്, അവനെ ഗ്രനേഡ് ഒന്ന് വീഴ്ത്താനൊക്കെ വിചാരിച്ച് ഗ്രനേഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെയും കൂടി യൂം വെച്ചടിച്ച് കംപ്ലീറ്റ് ആക്കി കിടിലം പോലെ കേസ്. മൊത്തം 2 കില്ലേ ഉള്ളൂ. എന്തായാലും കില്ലെടുത്ത് കേസ്. ഓക്കെ, എൻ്റെ അളിയ വിഷയം തന്നെയായിരുന്നു. സോ നിങ്ങൾ ഈ മാച്ച് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മാച്ചത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സത്യമായിട്ടും പറയുക, ഇത്രയും നേരം നിങ്ങൾ കണ്ടതൊന്നുമല്ല കളി, ഇനിയാണ് കളി. അത് വേറെ ലെവൽ കളി തന്നെയായിരിക്കും കേട്ടോ. സോ ഇപ്പോൾ മാച്ചിനകത്ത് നോക്കുവാണെങ്കിൽ 24 പേരുടെ പറയുമ്പോൾ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് 2 പേരാണെങ്കിൽ ജീവൻ കൈ പിടിച്ചിട്ട് ആ ഒരു സോണിനകത്തേക്ക് ഏതോ ഒരു സ്കോഡിനെ വൈപ്പാക്കാൻ വേണ്ടി ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് AK ഞാൻ ഈ ഒരു മാച്ചിനകത്ത് AK എടുത്തിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ചുറ്റി വെച്ച് അടിച്ചിട്ട് AK അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ സ്കോപ്പ് ചെയ്ത് അടിച്ച് നല്ല രീതിക്ക് ഡാമേജ് എടുത്ത് ഒരുത്തനെ അവിടെ നോക്കാക്കി അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ. കാര്യം കില്ല് മുഖ്യം ബിഗിലേ. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലൊക്കെ സെക്യൂർ ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ. സോ അതിനുശേഷം വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് 2 പേരാണല്ലോ പോയത്. എവിടെ നോക്കുമ്പോഴത്തേക്ക് ദാണ്ട് കേസൊക്കെ ഒരുത്തന്നെ വീട്ടിൽ കയറി വേർത്തിനാണ് യുവമാരടിക്കാൻ വേണ്ടി മുമ്പിൽ മൊത്തം എനിമി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ടീമേറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡാമേജുകളൊക്കെ അവൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം AK അടിക്കുന്നു കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും AK പറഞ്ഞ് നിൽക്കണ്ടാ ഓടിക്കോ, ജീവൻ കേൾപ്പിച്ചാക്കി വീട്ടിനകത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. സോ നൈസായിട്ട് വീടും കവറെടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഏത് എനിമി എപ്പോൾ വരും എന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും പേരില്ലേ ഒറ്റ കളിക്കുമ്പോൾ നമ്മൾ മാസ് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 3 പേരുള്ള സമയത്ത് കിടിലം പോലെ കളിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ കാര്യത്തിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ മൂഞ്ചി തെറ്റി അവിടെ ഇരിക്കത്തേ ഉള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. സോ ആ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ഒരുത്തരാണെങ്കിൽ പറഞ്ഞ് ഈ വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ മണ്ടയ്ക്ക് നല്ല ഡാമേജ് തരുന്നുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും നമുക്ക് അവനെ കയറി അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം നമ്മളിപ്പോൾ എത്രയൊക്കെ കയറിയാലും ആ ടോപ്പ് ഫ്ലോറിൽ എത്തത്തുള്ളൂ. ഇതിൻ്റെ മേളിലാണ് എനിമി ഉള്ളത് കേട്ടോ. സോ നമ്മൾ ഈ ഒരു വീട് ഹോൾഡാക്കാന്ന് വിചാരിച്ച് ഇവിടെ പോയിട്ട് ഇനി കളി വരാൻ പോകുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. എന്തായാലും നമ്മളോട് വന്നിട്ട് എല്ലാ വാതിലും ചെല്ലാൻ നൈസായിട്ട് നോക്കുന്നുണ്ട്. എല്ലാവരും വാരിപ്പറക്കി ഓടി വരുന്നുമുണ്ട് കേട്ടോ. വന്നവരിൽ ഒരു എനിമീനുണ്ടല്ലോ കട്ടിലായിട്ട് ഉറക്കി അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മെഡിഗിരികളൊക്കെ യൂസ് ചെയ്യണം പെട്ടെന്ന് തന്നെ. ആ സമയത്ത് നമ്മുടെ ടീമേറ്റ് ട്രീറ്റ് ഗണ്ണും അടിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ നമ്മൾ ഇങ്ങനത്തെ കിടിലം പോലത്തെ ടീമേറ്റ് ഒക്കെ ഉണ്ടാക്കിയ വിഷയമാണ് കേസ്, ഒന്നും പറയാനില്ല കേട്ടോ. സ്കോപ്പ് ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടീം കളിക്കുന്ന സമയത്ത് നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അതായത് ഒരാൾ എവിടെ നിന്ന് കളിക്കണം, ഒരാൾ ഫ്രണ്ടിൽ കളിക്കണം, ഒരാൾ ബാക്കിൽ കളിക്കണം, ഒരാൾ സെൻറ്ററിൽ കളിക്കണം എന്നൊക്കെ ഒരു പ്ലാനിട്ട് കളിച്ചാൽ മാത്രമേ നല്ല കിടിലം പോലെ കളിക്കാൻ പറ്റൂ എന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇറങ്ങുന്ന സമയത്തിലെ പ്ലെയിനിലൊക്കെ നിൽക്കുന്ന സമയത്ത് നീ ഈ കളി, നീ ആ കളി, നീ അവിടെ റിവീൽ, നീ ഇവിടെ വരുമ്പോൾ ഗ്രാനേഡ് എന്നൊക്കെ വെച്ച് മുതു പ്ലാനിങ് ആണ്. പക്ഷേ കളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ
വിഷയമാണ് കേസ്. ആരെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. പിന്നെ പട്ടേന്ന് നോക്കുവാകുന്നുണ്ടായിരുന്നു. നമ്മളതൊന്ന് നോക്കട്ടൊക്കെ അല്ല, നോക്കായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിവൈവ് ഒക്കെ അടിക്കുക. അതൊക്കെയാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഫൈറ്റിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അടിക്കേണ്ട കാര്യം. പിന്നെ മാത്രമല്ല എല്ലാ വീഡിയോസിലും അതും കമൻറ്റ് വരുന്നുണ്ട്, അതായത് ലോങ് റേഞ്ച് ഫൈറ്റ് മാത്രമല്ലേ ബ്രോ എടുക്കുന്നുള്ളൂ, ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എന്താ കളിക്കാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാർക്കും കൂടെ ഒരു മറുപടി ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്ത് മാത്രം കിടലായിട്ടാണ് ഞാൻ കളിക്കുന്നത് കേട്ടോ. കാര്യം എനിക്ക് ഈ മാച്ചിനകത്ത് കിട്ടിക്കുന്ന റൈഫിളർ എന്നുള്ളൊരു ജോബാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനാണ് ഞാൻ കളിക്കുന്നത്. സോ അതുകൊണ്ടാണ് എൻ്റെ ഗെയിം പ്ലേ അങ്ങനെ ഇരിക്കുന്നത്. സോ ഷോർട്ട് റേഞ്ച് നമുക്ക് അടിക്കാൻ അറിയാടേ എന്നൊക്കെ കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇനി കുറച്ച് വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും സോൺ വന്നു, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടപടലം മൂഞ്ചും. സോ ഓടിപ്പോയിട്ടുണ്ടല്ലോ, ആ ഒരു സോണിൽ കയറുന്നതിന് നല്ലത് ഈ ഒരു സർഫസ് ബോർഡ് വെച്ച് പോകുകയാണെങ്കിൽ വിഷയം തന്നെയാണ്. സോ സർഫസ് ബോർഡ് പോകുന്ന സമയത്ത് ചുമ്മാ അങ്ങ് ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ സ്പീഡൊന്നും കിട്ടത്തില്ല. നൈസായിട്ട് 2 വട്ടം 360 ഒക്കെ അടിച്ച് കറങ്ങി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിക്ക് സ്പീഡിൽ പോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ ആദ്യം പോയിട്ട് അമാർക്ക് ADS കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ വരുന്ന എനിമീസിനുണ്ടല്ലോ നൈസ് ഡാമേജ് കൊടുത്തു കഴിഞ്ഞ് പുറകിൽ നിന്ന് അമാർക്ക് അടി കിട്ടത്തില്ല. അവർക്ക് ഇവിടെ നിന്ന് സോണിലും കയറാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു അനക്കം കിട്ടി. അവനവിടെ ദാണ്ട് കേസ് ഒരു എനിമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ സോണിനകത്ത് പെട്ട് മൂഞ്ചിത്തിരി കിടക്കുക. അവൻ അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുത്ത് അവനോട് കിടക്കുമ്പോഴത്തേക്കും പിന്നല്ല അവനെ വേറെ ആരോ നക്കിക്കൊണ്ട് പോയി. കുഴപ്പമില്ല കേസ്, സ്കില്ലല്ലേ പോട്ടെ, ഇനിയും കിട്ടൂല എന്നൊക്കെ വിചാരിച്ച് പയ്യെ കേസ് അവൻ്റെ ടീമേറ്റിനെ നോക്കിയാണ് ഞാൻ നിന്നത്. അവൻ്റെ ടീമേറ്റും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ അവനെയും കൂടെ എടുക്കാമല്ലോ, അതാണ് മൈൻഡിലേക്ക് ഫസ്റ്റ് കാര്യം വന്നത് കേട്ടോ. കില്ല് മുഖ്യം വെക്കില്ലേ, അതും കൂടെ നോക്കണ്ടേ. എന്തായാലും അവനെ നോക്കിയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് സോൺ അടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. സോ ടീമേറ്റ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മറ്റേ ഒരു ബലൂണില്ല കേസ്, അതും കൂടി ഇവിടെയുണ്ട്. അവിടുന്ന് ഇഷ്ടം പോലെ എനിമീസ് ഉണ്ടായിരിക്കും, ഒന്ന് നോക്കി കളിച്ചില്ലെങ്കിൽ അടപടലം മൂഞ്ചും. സോ അതുണ്ടാകാൻ വേണ്ടി പാടില്ല, നമുക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കവർ എടുത്തിട്ട് ഈ കളി നമുക്കുള്ള കളിയെന്ന് വിചാരിച്ച് നേരെ ഉണ്ടല്ലോ ആ വീട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മുടെ സരസൂന് ഒരു ഫൂട്ട് വന്നു. അപ്പോൾ മനസ്സിലായി വീടിൻ്റെ മേളിൽ താഴുണ്ടെന്ന്. തൊട്ട് താഴെയും വേറെ എനിമി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ താഴെയുള്ള എനിമിനെ നൈസായിട്ട് കേസ് ഡാമേജ് കൊടുത്തിട്ട് അടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ സ്റ്റെപ്പ് കയറി വേർത്തം കയറി വന്നു. അവനെ അടിക്കാൻ നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കേസ് നമ്മുടെ സരസോടെ വീണിട്ടുണ്ടായിരുന്നു, ഞാനും AK മാത്രം കേട്ടോ. എന്തായാലും തൊട്ടിപ്പുറത്ത് നിന്ന് മറ്റേ ഒരു ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കുന്ന കാട്ടുവാഴേനെ ഐറിസിൻ്റെ പവർ യൂസ് ചെയ്ത് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ വേറെ ഏതൊക്കെയോ പവർ എടുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടിക്കുന്ന മൊത്തം അവൻ്റെ ബോഡിക്കാണ് നിന്ന്, പക്ഷേ കിട്ടിയ ഡാമേജിൽ അവനെ അടിച്ച് നോക്കാക്കി അവനെ കംപ്ലീറ്റ് ആക്കി വിട്ടു കേട്ടോ. എന്തായാലും അവൻ്റെ ആ കിഴപ്പങ്ങ് തീർന്നു വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും വേർത്തും ചാടിക്കൊരു വരവ് കേസ്. അപ്പോഴാണ് മാസം ദി മാസ്ക എന്ത് സ്വാഗാന്ന് നോക്കി കേസ്. ഓക്കെ AK അല്ലേലും അങ്ങനെയാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കമ്പി അത് എനിമിയല്ലടാ. ഒരു സെക്കൻഡ് മുമ്പേ ഞാൻ ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ഞാൻ റിവൈവ് ആകാൻ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ കിടന്നേനെ, എന്നെ അവൻ കിടത്തി അങ്ങ് അടിച്ചാലേ എന്നെ കേട്ടൊക്കെ. അതാണ് കേസ്, ചില സമയത്ത് നമ്മുടെ ടീമേറ്റൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ടീമേറ്റ് ഇല്ലായിരുന്നെങ്കിൽ അടപടലം മൂഞ്ചിയേനെ, വേറെ ലെവലാണ്. അവൻ വെച്ചിരിക്കുന്ന സ്കില്ലും അതേപോലെ തന്നെ അവൻ്റെ ഗെയിം സ്റ്റൈൽ അനുസരിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മൾ മാച്ചിന് പോകുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മളിങ്ങനെ സംസാരിക്കും, ഏത് സ്കില്ല് ആര് വെക്കണം, ഏതൊക്കെ സ്കില്ല് ആരൊക്കെ വെച്ചിട്ടുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാണ് കേട്ടോ. അവസാന കേസ് നോക്കുമ്പോഴത്തേക്കും ഞാനും AK മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മാപ്പിനകത്ത് നോക്കുവാണെങ്കിൽ മൊത്തം 8 എനിമീസ് കേസ്, 9 പേരുണ്ടായിരുന്നു. ഒരാൾ നൈസായിട്ട് ഇവിടുന്ന് ആരോ താഴെ വീണ് ചത്താന്ന് തോന്നുന്നു. ബൈ ദ വേ 8 പേരും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവന്മാരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഉണ്ടല്ലോ 6 7 കിട്ടും, അത് തന്നെ 6 എനിമിയും കൂടെ കൊണ്ട് അവന്മാരെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വിഷയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കേസ് പൊസിഷൻ പിടിച്ച് നമ്മളൊന്ന് സർക്കിൾ വിറ്റിയാണ് പോകുന്നത്. പിന്നെ മാത്രമല്ല ആ ബലൂണിൻ്റെ മണ്ടയ്ക്കൊക്കെ എനിമീസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ വേണ്ടി ഡയറക്റ്റ്ലി അടിക്കാൻ കുറച്ച് പാടായിരിക്കും. അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും, കാരണം ഹൈറ്റിലല്ലേ അടിക്കുന്ന കറക്റ്റ് ഹെഡ് വരാൻ ചാൻസ് കൂടുതല. അതുകൊണ്ട് സോണിൻ്റെ സൈഡ് പിടിച്ചിട്ട് നല്ലൊരു സ്റ്റിൽ കവറിലേക്ക് പോകാൻ നോക്കി. ആദ്യം പാറ തന്നു, പിന്നെ മനസ്സിലായി ഓക്കെ ഈ പാറ മൂഞ്ചലാണ്, പണി കിട്ടും. അപ്പോൾ ലോങ്ങിലുള്ള ഒരു എനിമീനെയും കൂടെ കണ്ടപ്പോഴത്തേക്കും അവനെ അടിച്ച് കൊന്നിട്ട് അവൻ്റെ ലൂട്ടും എടുത്ത് ആ ഒരു വീട് നൈസായിട്ട് പൊസിഷൻ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു ബലൂണിനകത്ത് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിന് മണ്ടയ്ക്ക് കയറി നമ്മൾ അടിക്കാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും. അതേപോലെ സ്റ്റെപ്പിന് താഴെ വരുന്നവരെ അടിക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ യുവമാർക്ക് നമ്മളെക്കാൾ ബുദ്ധിയുള്ള കാര്യം പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ. അവന്മാർ ഇറങ്ങി വരുന്ന വഴി നിങ്ങളൊന്ന് കാണണം കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ നിൽക്കുന്ന കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ബ്ലൂ ആളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. AK നല്ല പൊതിരി അടിയും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ അടിച്ചാലേ അവന്മാരെ വെറുതെ വേണ്ടാവാണ്ട് നമ്മൾ നേരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് എപ്പോഴും എപ്പോഴും ആ ഒരു വെയിറ്റ് ചെയ്തിട്ട് കളിക്കുന്ന കളി എന്നൊക്കെ പറഞ്ഞാൽ വിഷയം തന്നെയായിരിക്കും. എന്നാൽ മാത്രമേ മൈൻഡൊക്കെ ഒന്ന് റെഡി ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടറ്റോ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും കേട്ടോ. AK കളിക്കുന്ന കാര്യത്തിൽ ഞാൻ നൈസായിട്ടുണ്ടല്ലോ ഒന്ന് നോക്കി അവന്മാർ എവിടെയാണെന്ന്. അവന്മാരൊക്കെ പറന്നിറങ്ങി ആ സ്റ്റെപ്പിൽ കൂടെ വരുമെന്ന് വിചാരിച്ച പക്ഷേ കേസ് അല്ല കേസ്. ഓക്കെ തൊട്ട് മണ്ടക്കുള്ള സംഭവമല്ല കേസ്. അതിനകത്തൂടെ ആ ഒരു സർഫസ് ബോർഡ് വെച്ച് പറന്നിറങ്ങാൻ വേണ്ടി പറ്റുന്നുള്ളൊരു കാര്യം പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇറങ്ങട്ടെ. എന്തായാലും അതേപോലെ വന്നിറങ്ങിയ പാടെ ആ ഒരു ഭിത്തിയിലിടിച്ച് ഒരുത്ത മൂക്കും കുത്തി വീണിട്ടുണ്ടായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ 7ാമത്തെ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് അതേപോലെ തന്നെ ബാക്കിയും സപ്പോർട്ടായിട്ട് AK ആ ഒരു ചുമരിൻ്റെ, അതായത് ഈ ഭിത്തിയുടെ ഇപ്പുറത്ത് ആ മതിലിൻ്റെ ഇപ്പുറത്ത് നല്ല
സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പിന്നെയും പറഞ്ഞിറങ്ങിയ ഗേസ് അവനെ അടിച്ച് നോക്കാക്കി വേറെ അല്ല. മൂന്നാമത്തെ ഇറങ്ങിയ സമയത്ത് എൻ്റെ മോനെ ആ വരുന്നവരെ കുറച്ച് ഡാമേജ് കൊടുത്തെങ്കിലും കുഴപ്പമില്ല. അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എക്കെ കിടിലം പോലത്തെ അസിസ്റ്റ് ചെയ്ത് ആ ഒരു കല്ലും കൂടി എടുത്തിട്ട് കിടിലം പോലത്തെ പോയി നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കേസ് വിഷയം പോലത്തെ ഗെയിം പ്ലേ ആയിരുന്നു. എനിക്ക് എന്തായാലും ഈ ഒരു മാച്ചത്തെ എനിമീസിനെയും നമ്മുടെ ഗെയിം പ്ലേസും ടീംസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടക്കും പോലത്തെ വേറെ ലെവലിൽ ഇട്ടാണ്. ബൈ ഗൈസ്.